ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയക്കകത്തെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു 3 ടൈംസ് ഇതൊരു ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട A to Z ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് രൂപീകരിച്ച വർഷം 2010 കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏത് വർഷമാണ്? 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഒരു വിധി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ പോവാൻ സാധിക്കുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിലാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമത്തില് ഏത് സെക്ഷനിലാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 22 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. സെക്ഷൻസ് ഒക്കെ ഓറിയന്റ് ചെയ്ത് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ 2 സെക്ഷൻസ് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതായത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് സുപ്രീം കോടതിയിൽ ആണ് എന്ന് പ്രതിപാദിക്കുന്ന ഈ ആക്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് 22. ഇതിന്റെ ചെയർമാന്റെയും ജുഡീഷ്യൽ മെമ്പർ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. എത്ര വർഷമാണ്? 5 വർഷമാണ്. ഇപ്പൊ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിധി ലംഘിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വർഷം തടവോ അല്ല എങ്കിൽ 10 കോടി രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഒന്നുകിൽ 3 വർഷം തടവോ അല്ലെങ്കിൽ 10 കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും. 3 വർഷം തടവും പ്ലസ് 10 കോടി രൂപ എന്നുള്ളതാണ് ഈ ഗ്രീൻ ട്രൈബ്യൂണൽ വിധിക്കെതിരെ അല്ലെങ്കിൽ അത് ലംഘിച്ചാലുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ വിധിക്കെതിരെ നമ്മൾ എവിടെ അപ്പീൽ പോകുന്നത്? സുപ്രീം കോടതി. അത് ഏത് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്? 22ാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള ചെയർമാന്, ജുഡീഷ്യൽ മെമ്പർ, എക്സ്പേർട്ടുകൾ എന്നിവരുടെ കാലാവധി എത്ര ഇയേഴ്സ് ആണ്? 5 ഇയേഴ്സ് ആണ്. ഇനി ഇവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിധികൾ ആൾക്കാര് ലംഘിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ 3 വർഷം തടവോ 10 കോടി രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യം? അതായത് ഈ ശിക്ഷയെ പറ്റിയിട്ട് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 ആണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. നമ്മൾ മുമ്പേ പഠിച്ചത് എന്തുവാ? 22 എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ വിധി പോകാം എന്നിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. സുപ്രീം കോടതിയിലാണ് അപ്പീലിന് പോകുന്നത്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിധിക്കെതിരെ അപ്പീൽ പോകുന്നത് സുപ്രീം കോടതിയിലാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സെക്ഷൻ 22. ഇനി ഈ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ വിധിക്കുന്ന ശിക്ഷയെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 26ലാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ 2 സെക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കണം. ഇനി ട്രൈബ്യൂണലിലെ ജുഡീഷ്യൽ മെമ്പർമാരുടെ മാക്സിമം നമ്പേഴ്സ് എത്ര ഉണ്ട്? 20 ആണ് മാക്സിമം ജുഡീഷ്യൽ മെമ്പർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പ്രകാശ് ശ്രീവാസ്തവയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ആരാണ്? സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. ഒന്നുകിൽ ആരായിരിക്കണം? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജായിട്ടോ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അടുത്തത്, ഈ ജുഡീഷ്യൽ മെമ്പർ മാക്സിമം എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? 20 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവരുടെ യോഗ്യത എന്ന് പറഞ്ഞത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചിരിക്കണം. അല്ലാത്ത ആരാണ്? ചെയർപേഴ്സൺ ആരായിരിക്കണം? സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ജുഡീഷ്യൽ മെമ്പർ ആര് മതി? സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയായാൽ മതി. ഇനി എക്സ്പേർട്ട് മെമ്പറിന്റെ യോഗ്യത എന്ന് പറഞ്ഞത് സയൻസ് വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും അല്ലെങ്കിൽ M.Tech. അപ്പൊ സയൻസ് വിഷയത്തിൽ ഉള്ള ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും അല്ലെങ്കിൽ M.Tech ആണ് ഇതിന്റെ പ്രാഥമിക യോഗ്യത എന്ന് പറയുന്നത്. സയൻസ് വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും അല്ലെങ്കിൽ M.Tech ആണ് എക്സ്പേർട്ട് മെമ്പറിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇനി വനം പരിസ്ഥിതി മേഖലയിൽ 5 വർഷം അടക്കം 15 വർഷത്തെ ടോട്ടൽ എക്സ്പീരിയൻസ് ആർക്ക് ആവശ്യമാണ്? എക്സ്പേർട്ട് മെമ്പറിന് ആവശ്യമാണ്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ ചെയർപേഴ്സണിന്റെ പറയുമ്പോൾ എന്ത് പറയണം? സുപ്രീം കോടതി ജഡ്ജ് അല്ല എങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ്
ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തി. ജുഡീഷ്യൽ മെമ്പറിന്റെ യോഗ്യതയോ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ്. എക്സ്പേർട്ട് മെമ്പറിന്റെ യോഗ്യത എന്ന് പറയുന്നത് സയൻസ് വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും അല്ലെങ്കിൽ എംടെക്കും ആണ്. ഇനി വനം പരിസ്ഥിതി മേഖലയിൽ 5 വർഷം അടക്കം ആകെ 15 വർഷം പ്രവൃത്തി പരിചയം ആർക്ക് ആവശ്യമാണ്? ഈ എക്സ്പേർട്ട് മെമ്പറിന് ആവശ്യമാണ്. അപ്പൊ അത്രയും കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. അപ്പൊ ഇനിയും നമ്മുടെ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് എന്ന് പറയുന്നത് 2010 ആക്ട് നമ്പർ 19 ആണ്. അപ്പൊ ഇതേ റിലേറ്റ് ചെയ്ത് ചോദ്യം വന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. പരീക്ഷയ്ക്കകത്ത് 2020 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആക്ട് നമ്പർ ഇവിടെ പഠിച്ചു നോക്കണം, 19. ആക്ട് നമ്പർ 19 ഓഫ് 2010 എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് ആണ്. ആക്ട് നമ്പർ 19 ഓഫ് 2010 എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇനി നമുക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ആക്ട് 29. അപ്പൊ ആക്ട് 19 ആണെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ ട്രൈബ്യൂണൽ. 29 ആണെങ്കിൽ എന്താണ്? പരിസ്ഥിതി സംരക്ഷണ നിയമം. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം അറിയപ്പെടുന്ന പേര് ആക്ട് 29 എന്ന പേരിലാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ആക്ട് 19 ആണെങ്കിൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010, പരിസ്ഥിതി സംരക്ഷണ നിയമം ആക്ട് 29 ഓഫ് 1986. ഇനി ഒരു കാര്യം കൊണ്ട് അടുത്തതും ചോദിച്ചാണ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. അത് ആക്ട് 69 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 19 പഠിച്ചു, 29 പഠിച്ചു, 69 പഠിച്ചു അല്ലെ? 19 ആണെങ്കിൽ 2010 ഗ്രീൻ ട്രൈബ്യൂണൽ, 29 ആണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം, അടുത്തത് 69 ആണെങ്കിൽ എന്ത് പറയണം? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണെങ്കിൽ ആക്ട് 69, 29 ആണെങ്കിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, 19 ആണെങ്കിൽ 2010 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ക്ലിയർ ആണോ? അപ്പൊ അത് മൂന്നും ആക്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് 1980 നമ്മൾ പറഞ്ഞു. ഒക്ടോബർ മാസം 25 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ വന്നത് എന്നാണ് ഒക്ടോബർ 25. ഇനി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടില് എത്ര സെഷനുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സെഷനുകളാണ്? 5 സെഷനുകളാണ്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ എത്ര സെഷൻ ഉണ്ട്? 5 സെഷൻ ഉണ്ട്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്ന നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അതായത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്ന നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. വന നിയമം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ആക്ട് 69 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് നിലവിൽ വന്നത് 80 ഒക്ടോബർ 25 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ എത്ര സെക്ഷനുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന കാര്യം നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. 5 സെക്ഷനുകൾ ഉണ്ട് എന്ന കാര്യം ഓർത്തു വെച്ചേക്കേണ്ടതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിക്കണം. കൂടാതെ പരിസ്ഥിതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പോയിന്റും പിന്നെ എന്താണ് ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും വന നിയമവും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ 10th ലെവൽ മെയിൻസിന്റെ ഫോക്കസ് ഏരിയയിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. GKയുടേത് മാത്രം 599 ആണ്. ഫുൾ കോഴ്സ് മാത്സ് ഒഴികെ എല്ലാം വേണമെങ്കിൽ 899 ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെതും മെയിൻസിൻ്റെയും കൂടെ ചേർന്നിട്ട് ഈ ടോപ്പിക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ലൈഡ്സിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നമ്മൾ 166 മാർക്കിൻ്റെ എടുക്കുന്നുണ്ട്. പിന്നെ പ്രിലിംസിന് 80 മാർക്കിൻ്റെ രണ്ടിനും കൂടി ചേർത്തിട്ടാണ് 1599 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ദിവസവും 2 ക്ലാസ് ആണ് മൺഡേ മുതൽ ഫ്രൈഡേ വരെ വരുന്നത്. എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.